കൊറ്റംകുളം മുഖച്ഛായ മാറുമ്പോൾ. കൊടുങ്ങല്ലൂർ താലൂക്കിലെ പെരിഞ്ഞനം പഞ്ചായത്തിൽ നാഷണൽ ഹൈവേ 66 ചേർന്ന് കിടക്കുന്ന കൊറ്റംകുളം പ്രദേശവാസികൾക്ക് മാത്രമല്ല, ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ദൂരയാത്രക്കാർക്കും സുപരിചിതമാണ്. കാലങ്ങളായി നിലവിലുള്ള കുളത്തിൻ്റെ ചരിത്രവശങ്ങൾ അന്യമാണ് എങ്കിലും പ്രധാന പാതയോരത്തെ ഈ കുളം പണ്ട് കാലം മുതൽ യുവാക്കൾ നീന്തൽക്കുളമായും പിന്നീട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മത്സ്യസമ്പത്തിൻ്റെ ലഭ്യതയ്ക്കും ഉപയോഗപ്പെടുത്തി പോന്നു. കാലങ്ങൾക്ക് മുമ്പേ കൊറ്റംകുളം നിലവിൽ ഉണ്ടായിരുന്നതായും കുളത്തിനോട് ചേർന്ന പ്രദേശം കൊറ്റംകുളം ദേശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായും പഴമക്കാർ പറയുന്നു. 4 ഭാഗത്തു നിന്നും റോഡുകൾ വന്നു ചേരുന്ന പ്രദേശത്ത് വാഹന ഗതാഗത മാർഗങ്ങൾ കടന്നുവരുന്ന കാലം മുതൽ ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിലവിലുള്ളതായി പറയപ്പെടുന്നു. പലതും അപ്രത്യക്ഷമായി എങ്കിലും കുളത്തിൻ്റെ പരിസര ഭാഗങ്ങളിൽ നിരവധി ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാഷണൽ ഹൈവേ നവീകരണത്തിൻ്റെ ഭാഗമായി കുളം ഏറെക്കുറെ മൂടപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ഉള്ളത്. പ്രതിഷേധ സമരങ്ങൾക്കായി തയ്യാറെടുത്ത പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും കുളം വീണ്ടും സംരക്ഷിക്കപ്പെടുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ പ്രതിഷേധ സമരങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. നാടിൻ്റെ വികസനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. എങ്കിലും ഒരു നാടിൻ്റെ ജലസമ്പത്തിനെ ഒരു പരിധിവരെ നിലനിർത്തിപ്പോന്ന കൊറ്റംകുളം പോലെയുള്ള വിസ്തൃതിയാർന്ന പൈതൃകങ്ങൾ പേരുകൾ മാത്രം ബാക്കിയാക്കി ഓർമ്മകളിൽ നിന്നും വിസ്മൃതിയിലേക്ക് ആണ്ടുപോകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.